ഇനി അന്തർദേശീയ വാർത്തകളിലേക്കാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേലും ഹിസ്ബുള്ളയും ലെബനിൽ ഏറ്റുമുട്ടുന്നു എന്ന വാർത്ത. ഇസ്രയേലി ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ട ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ ഉടൻ ധാരണയാകുമെന്ന് സൂചന നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി. വിവരങ്ങളുമായി പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ജെയിംസ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ മഴയില്ല. മറ്റ് 5 ജില്ലകളിൽ മഴയുണ്ടെന്ന് അറിയാം. ഓക്കെ, സന്തോഷം ജെയിംസ്. ഇനി വാർത്തകളിലേക്ക്. തീർച്ചയായിട്ടും SKN, ഈ ഇസ്രായേൽ ഹമാസ് അതുപോലെ തന്നെ ഇസ്രായേൽ ഹെസ്ബുള്ള ഈ യുദ്ധം അതീവ രൂക്ഷമാവുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹെസ്ബുള്ളയും തമ്മിൽ ഒരാഴ്ച മുമ്പാണ് വെടിനിർത്തൽ കരാറുണ്ടായതും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതും. ആദ്യത്തെ 2-3 ദിവസത്തേക്ക് അത് പാലിച്ചു. പക്ഷേ ഇപ്പോൾ ഇതിന് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയ ഇത് അമേരിക്കയും ഫ്രാൻസുമാണ്. ഫ്രഞ്ച് ഒഫീഷ്യലിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇസ്രായേൽ 52 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഹെസ്ബുള്ളയെക്കുറിച്ചും ഹെസ്ബുള്ളയും തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഏതാണ്ട് ഒരാഴ്ച വെടിനിർത്തൽ നടക്കുമ്പോൾ തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം പലയിടത്തും വെടിവെപ്പ് നടത്തുന്നുണ്ട്, ഷെല്ലടിക്കുന്നുണ്ട്, ബോംബിംഗ് ചില സ്ഥലങ്ങളിൽ നടത്തിയെന്ന റിപ്പോർട്ടുകളും വരുന്നു. അതിന് കാരണമായിട്ട് ഇസ്രായേൽ പറയുന്നത് ഹെസ്ബുള്ള അതിർത്തിയിൽ ഇസ്രായേലിലെ ചില ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുവെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും 2 പക്ഷവും വളരെ ഫ്രജൈലായിട്ടുള്ള അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന് വേണ്ടത്ര പ്രാബല്യം ലഭിക്കാത്ത രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന വാർത്ത വരുന്ന SKN. ഒപ്പം തന്നെ ഗസയിലെ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന 100ഓളം ഇസ്രായേലി ബന്ദികളുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ പുറത്തു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്കൻ പൗരനായിട്ടുള്ള ഈദൻ അലക്സാണ്ടർ അദ്ദേഹം ട്രംപിനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ്. ഞങ്ങളെ പുറത്തുവിടാൻ ഒരു കരാറുണ്ടാക്കണം, ഞങ്ങളെ മറക്കരുത്, ഞങ്ങളൊരു 13 മാസമായി തീവ്രമായിട്ട് തടവിലാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിൽ ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് ഇവരുടെ ബന്ദികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി വരികയാണ് SKN. എന്തായാലും ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് പ്രത്യേകിച്ച് ഗസയിലെ 13 മാസം പിന്നിട്ടു. ഇസ്രായേലി പ്രധാനമന്ത്രി ആശ്വാസത്തിന് വക നൽകുന്ന ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സമാധാനത്തിന് അല്ലെങ്കിൽ വെടിനിർത്തലിന് പറ്റിയ ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു